അധ്യായം 23 അൽ മുഅ്മിനൂൻ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 118. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. നിശ്ചയമായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. الذين هم في صلاتهم خاشعون. അവർ തങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തി പുലർത്തുന്നവരാണ്. والذين هم عن اللغو معرضون. അനാവശ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ്. والذين هم للزكاة فاعلون. സക്കാത്ത് നൽകുന്നവരുമാണവർ. والذين هم لفروجهم حافظون. തങ്ങളുടെ ലൈംഗിക വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നവരും. إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. തങ്ങളുടെ ഇണകളും അധീനതയിലുള്ള സ്ത്രീകളുമായി മാത്രമേ അവർ വേഴ്ചകളിലേർപ്പെടുകയുള്ളൂ. അവരുമായുള്ള ബന്ധം ആക്ഷേപാർഹമല്ല. فمن ابتغى وراء ذلك فأولئك هم العادون. എന്നാൽ അതിനപ്പുറം ആഗ്രഹിക്കുന്നവർ അതിക്രമകാരികളാണ്. والذين هم لأماناتهم وعهدهم راعون. ആ സത്യവിശ്വാസികൾ തങ്ങളുടെ ബാധ്യതകളും കരാറുകളും പൂർത്തീകരിക്കുന്നവരാണ്. والذين هم على صلواتهم يحافظون. അവർ തങ്ങളുടെ നമസ്കാരങ്ങൾ നിഷ്ഠയോടെ നിർവഹിക്കുന്നവരാണ്. أولئك هم الوارثون. അവർ തന്നെയാണ് അനന്തരാവകാശികൾ. الذين يرثون الفردوس هم فيها خالدون. സ്വർഗത്തിലെ അത്യുന്നത സ്ഥാനം അനന്തരമെടുക്കുന്നവർ അവരതിൽ നിത്യവാസികളായിരിക്കും. وَلَقَدْ خَلَقْنَا الْإِنسَانَ مِنْ سُلَالَةٍ مِنْ طِينٍ. മനുഷ്യനെ നാം കളിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ثُمَّ جَعَلْنَاهُ نُطْفَةً فِي قَرَارٍ مَكِينٍ. പിന്നെ നാം അവനെ ബീജകണമാക്കി ഭദ്രമായ ഒരിടത്ത് സ്ഥാപിച്ചു. ثُمَّ خَلَقْنَا النُّطْفَةَ عَلَقَةً فَخَلَقْنَا الْعَلَقَةَ مُضْغَةً فَخَلَقْنَا الْمُضْغَةَ عِظَامًا فَكَسَوْنَا الْعِظَامَ لَحْمًا ثُمَّ أَنشَأْنَاهُ خَلْقًا آخَرَ فَتَبَارَكَ اللَّهُ أَحْسَنُ الْخَالِقِينَ. അനന്തരം നാം ആ ബീജത്തെ ഭ്രൂണമാക്കി മാറ്റി. പിന്നീട് ഭ്രൂണത്തെ മാംസക്കട്ടയാക്കി. അതിനുശേഷം മാംസത്തെ എല്ലുകളാക്കി. എല്ലുകളെ മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് നാം അതിനെ തീർത്തും വ്യത്യസ്തമായ ഒരു സൃഷ്ടിയായി വളർത്തിയെടുത്തു. ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു അനുഗ്രഹപൂർണൻ തന്നെ. ثُمَّ إِنَّكُمْ بَعْدَ ذَلِكَ لَمَيِّتُونَ. പിന്നെ ഇനി ഉറപ്പായും നിങ്ങൾ മരിക്കേണ്ടവരാണ്. ثُمَّ إِنَّكُمْ يَوْمَ الْقِيَامَةِ تُبْعَثُونَ. പിന്നീട് പുനരുദ്ധാന നാളിൽ തീർച്ചയായും നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. وَلَقَدْ خَلَقْنَا فَوْقَكُمْ 7 طَرَائِقَ وَمَا كُنَّا عَنِ الْخَلْقِ غَافِلِينَ. നിങ്ങൾക്കു മീതെ നാം 7 സഞ്ചാരപഥങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സൃഷ്ടിയെ സംബന്ധിച്ച് നാം ഒട്ടും അശ്രദ്ധനായിട്ടില്ല. وَأَنزَلْنَا مِنَ السَّمَاءِ مَاءً
قدر فأسكناه في الأرض وإنا على ذهاب به لقادرون. നാം മാനത്തുനിന്ന് നിശ്ചിത തോതിൽ വെള്ളമിറക്കി അതിനെ ഭൂമിയിൽ തങ്ങി നിൽക്കുന്നതാക്കി അത് വറ്റിച്ചു കളയാനും നമുക്ക് കഴിയും. فأنشأنا لكم به جنات من نخيل وأعناب لكم فيها فواكه كثيرة ومنها تأكلون. അങ്ങനെ ആ വെള്ളം വഴി നിങ്ങൾക്ക് ഈത്തപ്പനകളുടെയും മുന്തിരിവള്ളിയുടെയും തോട്ടങ്ങൾ വളർത്തിത്തന്നു. നിങ്ങൾക്കവയിൽ ഒരുപാട് പഴങ്ങളുണ്ട്, നിങ്ങൾ അവയിൽ നിന്ന് ആഹരിച്ചുകൊണ്ടിരിക്കുന്നു. وشجرة تخرج من طور سيناء تنبت بالدهن وصبغ للآكلين. സീനാമലയിൽ മുളച്ചുവരുന്ന ഒലീവ് മരവും നാം ഉണ്ടാക്കി, അത് എണ്ണയും ആഹരിക്കുന്നവർക്ക് കറിയും ഉൽപ്പാദിപ്പിക്കുന്നു. وَإِنَّ لَكُمْ فِي الْأَنْعَامِ لَعِبْرَةً نُسْقِيكُم مِّمَّا فِي بُطُونِهَا وَلَكُمْ فِيهَا مَنَافِعُ كَثِيرَةٌ وَمِنْهَا تَأْكُلُونَ. തീർച്ചയായും കന്നുകാലികളിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്. അവയുടെ ഉദരത്തിലുള്ളവയിൽ നിന്ന് നിങ്ങളെ നാം കുടിപ്പിക്കുന്നു. നിങ്ങൾക്കവയിൽ ധാരാളം പ്രയോജനങ്ങളുണ്ട്, നിങ്ങളവയെ ഭക്ഷിക്കുകയും ചെയ്യുന്നു. وَعَلَيْهَا وَعَلَى الْفُلْكِ تُحْمَلُونَ. അവയുടെ പുറത്ത് നിങ്ങൾ യാത്ര ചെയ്യുന്നു, കപ്പലുകളിലും. وَلَقَدْ أَرْسَلْنَا نُوحًا إِلَى قَوْمِهِ فَقَالَ يَا قَوْمِ اعْبُدُوا اللَّهَ مَا لَكُمْ مِنْ إِلَٰهٍ غَيْرُهُ أَفَلَا تَتَّقُونَ. നൂഹിനെ നാം തന്റെ ജനതയിലേക്ക് ദൂതനായി അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനമേ, നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടുക, അവനല്ലാതെ നിങ്ങൾക്ക് ദൈവമില്ല. ഇനിയും നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നില്ലേ? فقال الملأ الذين كفروا من قومه ما هذا إلا بشر مثلكم يريد أن يتفضل عليكم ولو شاء الله لأنزل ملائكة ما سمعنا بهذا في آبائنا الأولين. അപ്പോൾ അദ്ദേഹത്തിന്റെ ജനതയിലെ സത്യനിഷേധികളായ പ്രമാണിമാർ പറഞ്ഞു, ഇയാൾ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. നിങ്ങളെക്കാൾ വലുപ്പം നേടാൻ നോക്കുകയാണ് ഇവൻ. സത്യത്തിൽ അല്ലാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ അവൻ മലക്കുകളെ ഇറക്കിത്തരുമായിരുന്നു. ഞങ്ങളുടെ പൂർവ്വപിതാക്കൾക്കിടയിലൊന്നും ഇങ്ങനെയൊന്ന് ഞങ്ങൾ കേട്ടിട്ടേയില്ല. ഇൻ ഹുവ ഇല്ലാ റജുലുൻ ബിഹി ജിന്നത്തുൻ ഫതറബ്ബസൂ ബിഹി ഹത്താ ഹീൻ. ഇയാൾ ഭ്രാന്തു ബാധിച്ച ഒരാൾ മാത്രമാണ്. അതിനാൽ ഇയാളുടെ കാര്യത്തിൽ നിങ്ങൾ ഇത്തിരി കാലം കാത്തിരിക്കുക. ഖാല റബ്ബി അൻസുർനി ബിമാ കദ്ദബൂൻ. നൂഹ് പ്രാർത്ഥിച്ചു, എന്റെ നാഥ, ഈ ജനം എന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു, അതിനാൽ നീ എനിക്ക് തുണയായുണ്ടാകണമേ. فأوحينا إليه أن اصنع الفلك بأعيننا ووحينا فإذا جاء أمرنا وفاردت النور فاسلك فيها من كل زوجين اثنين وأهلك إلا من سبق عليه القول منهم ولا تخاطبني في الذين ظلموا إنهم مغرقون.
അപ്പോൾ നാം അദ്ദേഹത്തിന് ഇങ്ങനെ ബോധനം നൽകി: നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ നിർദ്ദേശമനുസരിച്ചും നീയൊരു കപ്പലുണ്ടാക്കുക. പിന്നെ നമ്മുടെ കൽപ്പന വരും. അപ്പോൾ അടുപ്പിൽ നിന്ന് ഉറവ പൊട്ടും. അന്നേരം എല്ലാ വസ്തുക്കളിൽ നിന്നും ഈ 2 ഇണകളെയും കൂട്ടി അതിൽ കയറുക. നിന്റെ കുടുംബത്തെയും അതിൽ കയറ്റുക. അവരിൽ ചിലർക്കെതിരെ നേരത്തെ വിധി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അവരെ ഒഴിവാക്കുക. അക്രമികളുടെ കാര്യം എന്നോട് പറഞ്ഞു പോകരുത്. ഉറപ്പായും അവർ മുങ്ങി മരിക്കാൻ പോവുകയാണ്. فإذا استويت أنت ومن معك على الفلك فقل الحمد لله الذي نجانا من القوم الظالمين. അങ്ങനെ നീയും നിന്നോടൊപ്പമുള്ളവരും കപ്പലിൽ കയറിക്കഴിഞ്ഞാൽ നീ പറയുക: അക്രമികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച അല്ലാഹുവിന് സ്തുതി. وقل رب أنزلني منزلا مباركا وأنت خير المنزلين. നീ വീണ്ടും പറയുക: എന്റെ നാഥ, അനുഗ്രഹീതമായ ഒരിടത്ത് നീ എന്നെ ഇറക്കിത്തരണമേ. ഇറക്കിത്തരുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാണല്ലോ. إن في ذلك لآيات وإن كنا لمبتلين. തീർച്ചയായും ആ സംഭവത്തിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. സംശയമില്ല, നാം പരീക്ഷണം നടത്തുന്നവൻ തന്നെ. ثم أنشأنا من بعدهم قرنا آخرين. പിന്നീട് അവർക്ക് പിറകെ നാം മറ്റൊരു തലമുറയെ വളർത്തിക്കൊണ്ടുവന്നു. فأرسلنا فيهم رسولا منهم أن اعبدوا الله ما لكم من إله غيره أفلا تتقون. അങ്ങനെ അവരിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനെ നാം അവരിലേക്ക് അയച്ചു. അദ്ദേഹം പറഞ്ഞു: നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടുക, അവനല്ലാതെ നിങ്ങൾക്ക് ദൈവമില്ല. എന്നിട്ടും നിങ്ങൾ ഭക്തരാവുന്നില്ലേ? وقال الملأ من قومه الذين كفروا وكذبوا بلقاء الآخرة وأترفناهم في الحياة الدنيا ما هذا إلا بشر مثلكم يأكل مما تأكلون منه ويشرب مما تشربون. അദ്ദേഹത്തിന്റെ ജനതയിലെ സത്യനിഷേധികളും പരലോകത്തെ കണ്ടുമുട്ടുന്നതിനെ തള്ളിപ്പറഞ്ഞവരും ഐഹിക ജീവിതത്തിൽ നാം സുഖാഡംബരങ്ങൾ ഒരുക്കിക്കൊടുത്തവരുമായ പ്രമാണിമാർ പറഞ്ഞു: ഇവൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. ഇവനും നിങ്ങൾ തിന്നുന്നത് തിന്നുന്നു, നിങ്ങൾ കുടിക്കുന്നത് കുടിക്കുന്നു. وَلَئِنْ أَطَعْتُمْ بَشَرًا مِثْلَكُمْ إِنَّكُمْ إِذًا لَخَاسِرُونَ. നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനെ തന്നെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ സംശയമില്ല, നിങ്ങൾ തീർത്തും നഷ്ടപ്പെട്ടവർ തന്നെ. أَيَعِدُكُمْ أَنَّكُمْ إِذَا مِتُّمْ وَكُنْتُمْ تُرَابًا وَعِظَامًا أَنَّكُمْ مُخْرَجُونَ. നിങ്ങൾ മരിക്കുകയും എല്ലും മണ്ണുമായി മാറുകയും ചെയ്താൽ പിന്നെയും നിങ്ങൾ പുറത്തു കൊണ്ടുവരപ്പെടുമെന്നാണോ ഇവൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത്? هَيْهَاتَ هَيْهَاتَ لِمَا تُوعَدُونَ. നിങ്ങൾക്ക് നൽകുന്ന ആ വാഗ്ദാനം വളരെ വളരെ വിദൂരം തന്നെ. إِنْ هِيَ إِلَّا حَيَاتُنَا الدُّنْيَا نَمُوتُ وَنَحْيَا وَمَا نَحْنُ بِمَبْعُوثِينَ. നമ്മുടെ ഈ ഐഹിക ജീവിതമല്ലാതെ വേറെ ജീവിതമില്ല. നാം ജീവിക്കുന്നു, മരിക്കുന്നു. നാം ഒരിക്കലും ഉയിർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരല്ല. إِنْ هُوَ إِلَّا رَجُلٌ افْتَرَى عَلَى اللَّهِ كَذِبًا وَمَا نَحْنُ لَهُ بِمُؤْمِنِينَ. അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ച ഒരുത്തൻ മാത്രമാണിവൻ.
ഞങ്ങൾ ഒരിക്കലും ഇവനിൽ വിശ്വസിക്കുന്നവരല്ല. قال رب انصرني بما كذبون. അദ്ദേഹം പറഞ്ഞു, എന്റെ നാഥ, ഇവരെന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു, അതിനാൽ നീ എന്നെ സഹായിക്കണമേ. قال عما قليل ليصبحن نادمين. അല്ലാഹു അറിയിച്ചു, അടുത്തുതന്നെ അവർ കൊടും ഖേദത്തിനിരയാകും. فأخذتهم الصيحة بالحق فجعلناهم غثاء فبعدا للقوم الظالمين. അവസാനം യഥാർത്ഥ ഘോരഗർജനം അവരെ പിടികൂടി. അങ്ങനെ നാം അവരെ ചവറുകളാക്കി. അക്രമികളായ ജനത്തിന് നാശം. ثم أنشأنا من بعدهم قرونا آخرين. പിന്നെ അവർക്ക് ശേഷം നാം മറ്റു തലമുറകളെ വളർത്തിക്കൊണ്ടുവന്നു. ما تسبق من أمة أجلها وما يستأخرون. ഒരു സമുദായവും അതിന്റെ നിശ്ചിത അവധിക്ക് മുമ്പ് നശിക്കുകയോ അവധിക്ക് ശേഷം നിലനിൽക്കുകയോ ഇല്ല. ثم أرسلنا رسلنا تترى كلما جاء أمة رسولها كذبوه فأتبعنا بعضهم بعضا وجعلناهم أحاديث فبعدا لقوم لا يؤمنون. പിന്നീട് നാം തുടർച്ചയായി നമ്മുടെ ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. ഓരോ സമുദായത്തിലും അതിന്റെ ദൂതൻ ആഗതമായപ്പോഴെല്ലാം അവരദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. അപ്പോഴെല്ലാം നാം അവരെ ഒന്നിനു പിറകെ മറ്റൊന്നായി നശിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവരെ നാം കഥാവശേഷരാക്കി. വിശ്വസിക്കാത്ത ജനതയ്ക്ക് സർവനാശം. ثم أرسلنا موسى وأخاه هارون بآياتنا وسلطان مبين. പിന്നീട് മൂസായെയും അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂനെയും നാം നമ്മുടെ തെളിവുകളോടെയും വ്യക്തമായ പ്രമാണങ്ങളോടെയും അയച്ചു. إلى فرعون وملئه فاستكبروا وكانوا قوما عالين. ഫിർഔന്റെയും അവന്റെ പ്രമാണി പരിഷകളുടെയും അടുത്തേക്ക്. അപ്പോഴവർ അഹങ്കരിച്ചു. അഹന്ത നടിക്കുന്ന ജനതയായിരുന്നു അവർ. فقالوا أنؤمن لبشرين مثلنا وقومهما لنا عابدون. അതിനാൽ അവർ പറഞ്ഞു, ഞങ്ങളെപ്പോലെ തന്നെയുള്ള രണ്ട് മനുഷ്യരിൽ വിശ്വസിക്കുകയോ അവരുടെ ആളുകളാണെങ്കിൽ നമുക്ക് അടിമപ്പണി ചെയ്യുന്നവരും. فكذبوهما فكانوا من المهلكين. അങ്ങനെ അവർ ആ രണ്ടുപേരെയും തള്ളിപ്പറഞ്ഞു. അതിനാൽ അവർ നാശത്തിനിരയായി. ولقد آتينا موسى الكتاب لعلهم يهتدون. മൂസാക്ക് നാം വേദം നൽകി, അതിലൂടെ അവർ നേർവഴി പ്രാപിക്കാൻ. وجعلنا ابن مريم وأمه آية وآويناهما إلى ربوة ذات قرار ومعين. മറിയമിന്റെ പുത്രനെയും അവന്റെ മാതാവിനെയും നാം ഒരു ദൃഷ്ടാന്തമാക്കി. അവരിരുവർക്കും നാം സൗകര്യപ്രദവും ഉറവകളുള്ളതുമായ ഒരു ഉയർന്ന പ്രദേശത്ത് അഭയം നൽകി. يا أيها الرسل كلوا من الطيبات واعملوا صالحا إني بما تعملون عليم. അല്ലാഹുവിന്റെ ദൂതന്മാരെ, നല്ല ആഹാരപദാർത്ഥങ്ങൾ ഭക്ഷിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റിയെല്ലാം നന്നായി അറിയുന്നവനാണ് നാം. وَإِنَّ هَذِهِ أُمَّتُكُمْ أُمَّةً وَاحِدَةً وَأَنَا رَبُّكُمْ فَاتَّقُونِ. നിശ്ചയമായും ഇതാണ് നിങ്ങളുടെ സമുദായം, ഏക സമുദായം. ഞാനാണ് നിങ്ങളുടെ നാഥൻ, അതിനാൽ എന്നോട് ഭക്തിയുള്ളവരാവുക.
فَتَقَطَّعُوا أَمْرَهُم بَيْنَهُمْ زُبُرًا كُلُّ حِزْبٍ بِمَا لَدَيْهِمْ فَرِحُونَ. പക്ഷേ പിന്നീടവർ കക്ഷികളായി പിരിഞ്ഞ് തങ്ങളുടെ മതത്തെ തുണ്ടം തുണ്ടമാക്കി. ഓരോ കക്ഷിയും തങ്ങളുടെ വശമുള്ളതിൽ ഊറ്റം കൊള്ളുന്നവരാണ്. فَذَرْهُمْ فِي غَمْرَتِهِمْ حَتَّى حِينٍ. അതിനാൽ ഒരു നിശ്ചിത കാലം വരെ അവരെ തങ്ങളുടെ ബോധം കെട്ട അവസ്ഥയിൽ തുടരാൻ വിട്ടേക്കുക. أَيَحْسَبُونَ أَنَّمَا نُمِدُّهُم بِهِ مِن مَّالٍ وَبَنِينَ نُسَارِعُ لَهُمْ فِي الْخَيْرَاتِ بَل لَّا يَشْعُرُونَ. അവർ വിചാരിക്കുന്നു സമ്പത്തും സന്താനങ്ങളും നൽകി അവരെ നാം സഹായിച്ചുകൊണ്ടിരിക്കുന്നത് നാം അവർക്ക് നന്മ വരുത്താൻ തിടുക്കം കൂട്ടുന്നതിനാലാണെന്ന്. അല്ല, അവർ സത്യാവസ്ഥ തിരിച്ചറിയുന്നില്ല. ഇന്നല്ലദീന ഹും മിൻ ഖശ്യതി റബ്ബിഹിം മുശ്ഫിഖൂൻ. തീർച്ചയായും തങ്ങളുടെ നാഥനെ ഭയന്ന് നടുങ്ങുന്നവർ. വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ. തങ്ങളുടെ നാഥന്റെ വചനങ്ങളിൽ വിശ്വസിക്കുന്നവർ. വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. തങ്ങളുടെ നാഥന് പങ്കാളികളെ കൽപ്പിക്കാത്തവർ. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലതുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാതി വഹും ലഹാ സാബിഖൂൻ. തങ്ങളുടെ നാഥങ്കലേക്ക് തിരിച്ചു ചെല്ലേണ്ടവരാണല്ലോ എന്ന വിചാരത്താൽ ദാനം ചെയ്യുമ്പോൾ ഹൃദയം വിറപൂണ്ട് ദാനം നൽകുന്നവർ. ഇവരൊക്കെയാണ് നന്മ ചെയ്യാൻ തിടുക്കം കൂട്ടുന്നവർ. അവയിൽ ആദ്യം ചെന്നെത്തുന്നവരും അവർ തന്നെ. വലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ വലദൈനാ കിതാബുൻ യൻതിഖു ബിൽ ഹഖ് വഹും ലാ യുദ്ലമൂൻ. ആരെയും അവരുടെ കഴിവിനപ്പുറമുള്ളതിന് നാം നിർബന്ധിക്കുന്നില്ല. സത്യം കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു രേഖ നമ്മുടെ വശമുണ്ട്. ആരും ഒരിക്കലും ഒട്ടും അനീതിക്കിരയാവില്ല. ബൽ ഖുലൂബുഹും ഫീ ഗംറതിൻ മിൻ ഹാദാ വലഹും അഅ്മാലുൻ മിൻ ദൂനി ദാലിക ഹും ലഹാ ആമിലൂൻ. എന്നാൽ അവരുടെ ഹൃദയങ്ങൾ ഇക്കാര്യത്തെപ്പറ്റി തീരെ അശ്രദ്ധമാണ്. അവർക്ക് അതല്ലാത്ത മറ്റു ചില പണികളാണുള്ളത്. അവരത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഹത്താ ഇദാ അഖദ്നാ മുത്രഫീഹിം ബിൽഅദാബി ഇദാ ഹും യജഅറൂൻ. അങ്ങനെ അവരിലെ സുഖലോലുപരെ ശിക്ഷയാൽ നാം പിടികൂടും. അപ്പോഴവർ വിലപിക്കാൻ തുടങ്ങും. ലാ തജഅറുൽ യൗം ഇന്നകും മിന്നാ ലാ തുൻസറൂൻ. നിങ്ങൾ ഇന്ന് വിലപിക്കേണ്ടതില്ല. നിങ്ങൾക്കിന്ന് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സഹായവും ലഭിക്കുകയില്ല. ഖദ് കാനത് ആയാതി തുത്ലാ അലൈക്കും ഫകുൻതും അലാ അഅഖാബികും തൻകിസൂൻ. നമ്മുടെ വചനങ്ങൾ നിങ്ങളെ വ്യക്തമായി ഓതി കേൾപ്പിച്ചിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയായിരുന്നു. മുസ്തക്ബിരീന ബിഹി സാമിറൻ തഹ്ജുറൂൻ. പൊങ്ങച്ചം നടിക്കുന്നവരായി രാകഥ പറഞ്ഞിരിക്കെ നിങ്ങൾ അതേപ്പറ്റി അസംബന്ധം പുലമ്പുകയായിരുന്നു. അഫലം യദ്ദബ്ബറുൽ ഖൗല അം ജാഅഹും മാ ലം യഅതി ആബാഅഹുമുൽ അവ്വലീൻ. അവർ ഈ വചനത്തെപ്പറ്റി തെല്ലും ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? അതല്ല, അവരുടെ പൂർവ്വപിതാക്കൾക്ക് വന്നെത്തിയിട്ടില്ലാത്ത ഒന്നാണോ ഇവർക്ക് വന്നു കിട്ടിയിരിക്കുന്നത്? അം ലം യഅരിഫൂ റസൂലഹും ഫഹും ലഹു മുൻകിറൂൻ. അതല്ല,
തങ്ങളുടെ ദൂതനെ പരിചയമില്ലാത്തതിനാലാണോ അവരദ്ദേഹത്തെ തള്ളിപ്പറയുന്നത്? أم يقولون به جنة بل جاءهم بالحق وأكثرهم للحق كارهون. അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭ്രാന്തുണ്ടെന്നാണോ അവർ പറയുന്നത്? എന്നാൽ അറിയുക, സത്യസന്ദേശവുമായാണ് അദ്ദേഹം അവരുടെ അടുത്ത് വന്നെത്തിയത്. എന്നാൽ അവരിലേറെ പേരും സത്യത്തെ വെറുക്കുന്നവരാണ്. ولو اتبع الحق أهواءهم لفسدت السماوات والأرض ومن فيهن بل أتيناهم بذكرهم فهم عن ذكرهم معرضون. സത്യം, അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റിയിരുന്നുവെങ്കിൽ ആകാശഭൂമികളും അവയിലെല്ലാമുള്ളവരും കുഴപ്പത്തിലാകുമായിരുന്നു. എന്നാൽ നാം അവർക്കുള്ള ഉദ്ബോധനവുമായാണ് അവരെ സമീപിച്ചത്. എന്നിട്ടും അവർ തങ്ങൾക്കുള്ള ഉദ്ബോധനം അവഗണിക്കുകയാണുണ്ടായത്. أم تسألهم خرجا فخراج ربك خير وهو خير الرازقين. അല്ല, നീ അവരോട് വല്ല പ്രതിഫലവും ആവശ്യപ്പെടുന്നുണ്ടോ? എന്നാൽ ഓർക്കുക, നിന്റെ നാഥന്റെ പ്രതിഫലമാണ് മഹത്തരം. അവൻ അന്നദാതാക്കളിൽ അത്യുത്തമൻ തന്നെ. وإنك لتدعوهم إلى صراط مستقيم. തീർച്ചയായും നീ അവരെ നേർവഴിയിലേക്കാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. وإن الذين لا يؤمنون بالآخرة عن الصراط لناكبون. എന്നാൽ പരലോകവിശ്വാസമില്ലാത്തവർ ആ നേർവഴിയിൽ നിന്ന് തെറ്റിപ്പോകുന്നവരാണ്. ولو رحمناهم وكشفنا ما بهم من ضر للجوا في طغيانهم يعمهون. നാം അവരോട് കരുണ കാണിക്കുകയും അവരെ ബാധിച്ച വിപത്ത് ഒഴിവാക്കി കൊടുക്കുകയുമാണെങ്കിൽ അവർ തങ്ങളുടെ ധിക്കാരത്തിൽ വാശിയോടെ വിഹരിക്കുമായിരുന്നു. وَلَقَدْ أَخَذْنَاهُمْ بِالْعَذَابِ فَمَا اسْتَكَانُوا لِرَبِّهِمْ وَمَا يَتَضَرَّعُونَ. നാം അവരെ ശിക്ഷയാൽ പിടികൂടി. എന്നിട്ടും അവർ തങ്ങളുടെ നാഥന് കീഴൊതുങ്ങുന്നവരായില്ല. അവർ താഴ്മ കാണിച്ചതുമില്ല. حَتَّى إِذَا فَتَحْنَا عَلَيْهِمْ بَابًا ذَا عَذَابٍ شَدِيدٍ إِذَا هُمْ فِيهِ مُبْلِسُونَ. അതിനാൽ നാം അവരുടെ നേരെ കൊടും ശിക്ഷയുടെ കവാടം തുറന്നു. അതോടെ അവർ അങ്ങേയറ്റം നിരാശരായി. وَهُوَ الَّذِي أَنشَأَ لَكُمُ السَّمْعَ وَالْأَبْصَارَ وَالْأَفْئِدَةَ قَلِيلًا مَا تَشْكُرُونَ. അവനാണ് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും ഉണ്ടാക്കിത്തന്നത്. പക്ഷേ നന്നെ കുറച്ചു മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. وَهُوَ الَّذِي ذَرَأَكُمْ فِي الْأَرْضِ وَإِلَيْهِ تُحْشَرُونَ. അവനാണ് ഭൂമിയിൽ നിങ്ങളെ വ്യാപിപ്പിച്ചവൻ. നിങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്നതും അവനിലേക്ക് തന്നെ. وَهُوَ الَّذِي يُحْيِي وَيُمِيتُ وَلَهُ اخْتِلَافُ اللَّيْلِ وَالنَّهَارِ أَفَلَا تَعْقِلُونَ. അവനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും. രാപ്പകലുകൾ മാറി മാറി വരുന്നതും അവന്റെ നിയമമനുസരിച്ചാണ്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? بل قالوا مثل ما قال الأولون. എന്നാൽ ഇക്കൂട്ടർ അവരുടെ പൂർവികർ പറഞ്ഞിരുന്നതുപോലെ തന്നെ പറയുകയാണ്. قالوا أإذا متنا وكنا ترابا وعظاما أإنا لمبعوثون. അവർ പറഞ്ഞു, ഞങ്ങൾ മരിച്ച് മണ്ണും എല്ലുമായി മാറിയാൽ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ? لقد وعدنا نحن وآباؤنا هذا من
قبل إن هذا إلا أساطير الأولين. ഞങ്ങൾക്ക് ഈ വാഗ്ദാനം നൽകപ്പെട്ടിരുന്നു. ഇതിനു മുമ്പ് ഞങ്ങളുടെ പിതാക്കൾക്കും ഇவ்விധം വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ ഇത് പൂർവികരുടെ കെട്ടുകഥകളല്ലാതൊന്നുമല്ല. قل لمن الأرض ومن فيها إن كنتم تعلمون. ചോദിക്കുക, ഭൂമിയും അതിലുള്ളതും ആരുടേതാണ്? നിങ്ങൾക്ക് അറിയുമെങ്കിൽ പറയൂ. سيقولون لله قل أفلا تذكرون. അവർ പറയും, അല്ലാഹുവിൻ്റേതാണ്. ചോദിക്കുക, നിങ്ങൾ ആലോചിച്ചു നോക്കുന്നില്ലേ? قل من رب السماوات السبع ورب العرش العظيم. ചോദിക്കുക, ആരാണ് ഏഴാകാശങ്ങളുടെയും അതിമഹത്തായ സിംഹാസനത്തിന്റെയും അധിപൻ? سيقولون لله قل أفلا تتقون. അവർ പറയും, അല്ലാഹു. ചോദിക്കുക, എന്നിട്ടും നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? قل من بيده ملكوت كل شيء وهو يجير ولا يجار عليه إن كنتم تعلمون. ചോദിക്കുക, ആരുടെ വശമാണ് സകല വസ്തുക്കളുടെയും ആധിപത്യം? അഭയമേകുന്നവനും തനിക്കെതിരെ അഭയം നൽകാൻ ആർക്കും സാധിക്കാത്തവനും ആരാണ്? പറയൂ, നിങ്ങൾക്ക് അറിയുമെങ്കിൽ. سيقولون لله قل فأنا تسحرون. അവർ പറയും, എല്ലാം അല്ലാഹുവാണ്. ചോദിക്കുക, എന്നിട്ടും നിങ്ങൾ എങ്ങനെ മായാവലയത്തിൽ പെട്ടുപോകുന്നു? بل أتيناهم بالحق وإنهم لكاذبون. അറിയുക, നാം അവരുടെ അടുത്തേക്ക് അയച്ചത് സത്യസന്ദേശമാണ്. അവരോ കള്ളം പറയുന്നവരും. ما اتخذ الله من ولد وما كان معه من إله إذا لذهب كل إله بما خلق ولعلى بعضهم على بعض سبحان الله عما يصفون. അല്ലാഹു ആരെയും പുത്രനാക്കി വച്ചിട്ടില്ല. അവനോടൊപ്പം വേറെ ദൈവമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഓരോ ദൈവവും താൻ സൃഷ്ടിച്ചതുമായി പോയി കളയുമായിരുന്നു. അവർ പരസ്പരം കീഴ്പ്പെടുത്തുമായിരുന്നു. അവർ പറഞ്ഞു പരത്തുന്നതിൽ നിന്നെല്ലാം എത്രയോ പരിശുദ്ധനാണ് അല്ലാഹു. ആലിമിൽ ഗൈബി വശ്ശഹാദതി ഫതആല അമ്മാ യുശ്രികൂൻ. ഒളിഞ്ഞതും തെളിഞ്ഞതും അറിയുന്നവനാണവൻ. അവർ പങ്കുചേർക്കുന്നവയിൽ നിന്നെല്ലാം അതീതനും. ഖുർ റബ്ബി ഇമ്മാ തുരിയന്നി മാ യുഅദൂൻ. പറയുക, നാഥ, ഇവരെ താക്കീത് ചെയ്തുകൊണ്ടിരിക്കുന്ന ശിക്ഷ കാണേണ്ട അവസ്ഥ എനിക്കുണ്ടാവുകയാണെങ്കിൽ റബ്ബി ഫലാ തജ്അൽനി ഫിൽ ഖൗമിൽ ളാലിമീൻ. എന്റെ നാഥ, നീ എന്നെ അക്രമികളായ ജനത്തിൽ പെടുത്തരുതേ. വഇന്നാ അലാ അൻ നുരിയക മാ നഇദുഹും ലഖാദിറൂൻ. അവരെ താക്കീത് ചെയ്തുകൊണ്ടിരിക്കുന്ന ശിക്ഷ നിനക്ക് കാണിച്ചു തരാൻ തീർച്ചയായും കഴിവുറ്റവൻ തന്നെ നാം. ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സനുസ് സയ്യിഅത നഹ്നു അഅലമു ബിമാ യസിഫൂൻ. ഏറ്റവും നല്ലതുകൊണ്ട് നീ തിന്മയെ തടയുക. അവർ പറഞ്ഞു പരത്തുന്നതിനെപ്പറ്റി നന്നായി അറിയുന്നവനാണ് നാം. وقل رب أعوذ بك من همزات الشياطين. പറയുക, എന്റെ നാഥ, പിശാചിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് ഞാനിതാ നിന്നിൽ അഭയം തേടുന്നു. وأعوذ بك رب أن يحضرون. എന്റെ നാഥ, പിശാചുക്കൾ എന്റെ അടുത്ത് വരുന്നതിൽ നിന്നും ഞാനിതാ നിന്നോട് രക്ഷ തേടുന്നു. حتى إذا جاء أحدهم الموت قال رب ارجعون.
അങ്ങനെ അവരിലൊരുവന് മരണം വന്നെത്തുമ്പോൾ അവൻ കേണു പറയും, എന്റെ നാഥ, നീ എന്നെയൊന്ന് ഭൂമിയിലേക്ക് തിരിച്ചയക്കണമേ. ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്ത് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഞാൻ ഉപേക്ഷ വരുത്തിയ കാര്യത്തിൽ ഞാൻ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നവനായേക്കാം. ഒരിക്കലുമില്ല, അതൊരു വെറും വാക്കാണ്. അവനതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ പിന്നിൽ ഒരു മറയുണ്ടായിരിക്കും, അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും വരെ. فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون. പിന്നെ കാഹളം ഊതപ്പെട്ടാൽ അവർക്കിടയിൽ ഒരുവിധ ബന്ധവുമുണ്ടായിരിക്കുകയില്ല, അവരന്യോന്യം അന്വേഷിക്കുകയുമില്ല. فمن ثقلت موازينه فأولئك هم المفلحون. അന്ന് ആരുടെ തുലാസിൻ തട്ട് ഭാരം തൂങ്ങുന്നുവോ അവരാണ് വിജയം വരിച്ചവർ. ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون. ആരുടെ തുലാസിൻ തട്ട് ഭാരം കുറയുന്നുവോ അവർ സ്വയം നഷ്ടം വരുത്തിവച്ചവരാണ്, അവർ നരകത്തീയിൽ സ്ഥിരവാസികളായിരിക്കും. تلفح وجوههم النار وهم فيها كالحون. നരകത്തീ അവരുടെ മുഖം കരിച്ചു കളയും, അവരതിൽ പല്ലിളിക്കുന്നവരായിരിക്കും. ألم تكن آياتي تتلى عليكم فكنتم بها تكذبون. അന്ന് അവരോട് പറയും, എന്റെ വചനങ്ങൾ നിങ്ങളെ ഓതി കേൾപ്പിച്ചിരുന്നില്ലേ, അപ്പോൾ നിങ്ങൾ അവയെ തള്ളിപ്പറയുകയായിരുന്നില്ലേ? قالوا ربنا غلبت علينا شقوتنا وكنا قوما ضالين. അവർ പറയും, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ ഭാഗ്യദോഷം ഞങ്ങളെ കീഴ്പ്പെടുത്തി, ഞങ്ങൾ പിഴച്ച ജനതയായിപ്പോയി. ربنا أخرجنا منها فإن عدنا فإنا ظالمون. ഞങ്ങളുടെ നാഥ, ഞങ്ങളെ നീ ഇവിടെ നിന്ന് പുറത്തേക്കെടുക്കണമേ. ഇനിയും ഞങ്ങൾ വഴികേടിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അക്രമികൾ തന്നെയായിരിക്കും. قال اخسأوا فيها ولا تكلمون. അല്ലാഹു പറയും, നിങ്ങൾ അവിടെ തന്നെ അപമാനിതരായി കഴിയുക, എന്നോട് മിണ്ടരുത്. إنه كان فريق من عبادي يقولون ربنا آمنا فاغفر لنا فاغفر لنا وارحمنا وأنت خير الراحمين. എന്റെ ദാസന്മാരിൽ ഒരു വിഭാഗം ഇவ்விധം പറയാറുണ്ടായിരുന്നു, ഞങ്ങളുടെ നാഥ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, നീ കരുണ കാണിക്കുന്നവരിൽ അത്യുത്തമനാണല്ലോ. فاتخذتموهم سخريا حتى أنسوكم ذكري وكنتم منهم تضحكون. നിങ്ങൾ അവരെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതിനിടയിൽ നിങ്ങൾക്ക് എന്നെ ഓർക്കാൻ പോലും കഴിയാതെ പോയി, നിങ്ങൾ അവരെ പുച്ഛിച്ചു ചിരിക്കുകയായിരുന്നു. إني جزيتهم اليوم بما صبروا أنهم هم الفائزون. അവർ നന്നായി ക്ഷമിച്ചു, അതിനാൽ നാം ഇതാ
ഇന്നവർക്ക് പ്രതിഫലം നൽകിയിരിക്കുന്നു. തീർച്ചയായും അവർ തന്നെയാണ് വിജയം വരിച്ചവർ. قال كم لبثتم في الأرض عدد سنين അല്ലാഹു ചോദിക്കും, നിങ്ങൾ ഭൂമിയിൽ എത്ര കൊല്ലം താമസിച്ചു? قالوا لبثنا يوما أو بعض يوم فاسأل العادين അവർ പറയും, ഞങ്ങൾ ഒരു ദിവസം താമസിച്ചു കാണും, അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അല്പഭാഗം. എണ്ണിക്കണക്കാക്കുന്നവരോട് നീയൊന്ന് ചോദിച്ചു നോക്കൂ. قال إن لبثتم إلا قليلا لو أنكم كنتم تعلمون അല്ലാഹു പറയും, സത്യത്തിൽ നിങ്ങൾ അല്പകാലം മാത്രമേ താമസിച്ചിട്ടുള്ളൂ. ഇക്കാര്യം നിങ്ങൾ അന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്നും നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് മടക്കപ്പെടുകയില്ലെന്നുമാണോ നിങ്ങൾ കരുതിയിരുന്നത്? فتعالى الله الملك الحق لا إله إلا هو رب العرش الكريم എന്നാൽ അല്ലാഹു അത്യുന്നതനാണ്, അവനാണ് യഥാർത്ഥ രാജാവ്. അവനല്ലാതെ ദൈവമില്ല. മഹത്തായ സിംഹാസനത്തിനുടമയാണവൻ. ومن يدع مع الله إلها آخر لا برهان له به فإنما حسابه عند ربه إنه لا يفلح الكافرون ഒരുവിധ തെളിവോ ന്യായമോ ഇല്ലാതെ ആരെങ്കിലും അല്ലാഹുവോടൊപ്പം വേറെ ഏതെങ്കിലും ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവന്റെ വിചാരണ തന്റെ നാഥന്റെ അടുത്തുവച്ചു തന്നെയായിരിക്കും. തീർച്ചയായും സത്യനിഷേധികൾ വിജയം വരിക്കുകയില്ല. وقل رب اغفر وارحم وأنت خير الراحمين പറയുക, എന്റെ നാഥ, എനിക്ക് നീ പുറത്തു തരേണമേ, എന്നോട് കരുണ കാണിക്കണമേ, നീ കരുണ കാണിക്കുന്നവരിൽ അത്യുത്തമനാണല്ലോ. അധ്യായം 24. അന്നൂർ. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 64. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാത് وأنزلنا فيها آيات بينات لعلكم تذكرون. ഇതൊരധ്യായമാണ്. നാം ഇതിറക്കി തന്നിരിക്കുന്നു, ഇതിനെ നിയമമാക്കി നിശ്ചയിച്ചിരിക്കുന്നു. നാം ഇതിൽ വ്യക്തമായ തെളിവുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാൻ. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين. വ്യഭിചാരിണിയെയും വ്യഭിചാരിയെയും 100 അടി വീതം അടിക്കുക. അല്ലാഹുവിന്റെ നിയമവ്യവസ്ഥ നടപ്പാക്കുന്ന കാര്യത്തിൽ അവരോടുള്ള ദയ നിങ്ങളെ പിടികൂടാതിരിക്കട്ടെ. നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരെങ്കിൽ അവരെ ശിക്ഷിക്കുന്നതിന് സത്യവിശ്വാസികളിൽ ഒരു സംഘം സാക്ഷ്യം വഹിക്കുകയും ചെയ്യട്ടെ. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين.
വ്യഭിചാരി വ്യഭിചാരിണിയെയോ ബഹുദൈവ വിശ്വാസിനിയെയോ അല്ലാതെ വിവാഹം കഴിക്കുകയില്ല. വ്യഭിചാരിണിയെ വ്യഭിചാരിയോ ബഹുദൈവ വിശ്വാസിയോ അല്ലാതെ വിവാഹം ചെയ്യുകയുമില്ല. സത്യവിശ്വാസികൾക്ക് അത് നിഷിദ്ധമാക്കിയിരിക്കുന്നു. والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون. 4 സാക്ഷികളെ ഹാജരാക്കാതെ ചാരിത്രവതികളുടെ മേൽ കുറ്റമാരോപിക്കുന്നവരെ നിങ്ങൾ 80 അടി വീതം അടിക്കുക. അവരുടെ സാക്ഷ്യം പിന്നീടൊരിക്കലും സ്വീകരിക്കരുത്. അവർ തന്നെയാണ് തെമ്മാടികൾ. ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക വഅസ്ലഹൂ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അതിനുശേഷം പശ്ചാത്തപിക്കുകയും വിശുദ്ധി വരിക്കുകയും ചെയ്തവരൊഴികെ അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണികനുമാണ്. വല്ലദീന യർമൂന അസ്വാജഹും വലം യകുൽ ലഹും ശുഹദാഉ ഇല്ലാ അൻഫുസുഹും فشهادة أحدهم 4 شهادات بالله إنه لمن الصادقين. തങ്ങളുടെ ഭാര്യമാരുടെ മേൽ കുറ്റമാരോപിക്കുകയും അതിന് തങ്ങളല്ലാതെ മറ്റു സാക്ഷികളില്ലാതിരിക്കുകയുമാണെങ്കിൽ അവരിലൊരാളുടെ സാക്ഷ്യം താൻ തീർച്ചയായും സത്യവാനാണെന്ന് അല്ലാഹുവിന്റെ പേരിൽ 4 തവണ ആണയിട്ട് പറയലാണ്. വൽഖാമിസതു അന്ന ലഅ്നതല്ലാഹി അലൈഹി ഇൻ കാന മിനൽ കാദിബീൻ. 5-ാം തവണ താൻ കള്ളം പറയുന്നവനാണെങ്കിൽ ദൈവശാപം തന്റെ മേൽ പതിക്കട്ടെ എന്നും പറയണം. ويدرأ عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين. തീർച്ചയായും അയാൾ കള്ളം പറയുന്നവനാണെന്ന് അല്ലാഹുവിന്റെ പേരിൽ അവൾ 4 തവണ ആണയിട്ട് സാക്ഷ്യപ്പെടുത്തിയാൽ അത് അവളെ ശിക്ഷയിൽ നിന്നൊഴിവാക്കുന്നതാണ്. والخامسة أن غضب الله عليها إن كان من الصادقين. 5-ാം തവണ അവൻ സത്യവാനെങ്കിൽ അല്ലാഹുവിന്റെ കോപം തന്റെ മേൽ പതിക്കട്ടെ എന്ന് പറയണം. ولولا فضل الله عليكم ورحمته وأن الله تواب حكيم. അല്ലാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും നിങ്ങൾക്കില്ലാതിരിക്കുകയും അല്ലാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും യുക്തിമാനും അല്ലാതിരിക്കുകയുമാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബതും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മി വല്ലദീ തവല്ലാ കിബറഹു മിൻഹും ലഹു അദാബുൻ അദീം. തീർച്ചയായും ഈ അപവാദം പറഞ്ഞു പരത്തിയവർ നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരു വിഭാഗമാണ്. അത് നിങ്ങൾക്ക് ദോഷകരമാണെന്ന് നിങ്ങൾ കരുതേണ്ട, മറിച്ച് അത് നിങ്ങൾക്ക് ഗുണകരമാണ്. അവരിലോരോരുത്തർക്കും താൻ സമ്പാദിച്ച പാപത്തിന്റെ ഫലമുണ്ട്. അതോടൊപ്പം അതിന് നേതൃത്വം നൽകിയവന് കടുത്ത ശിക്ഷയുമുണ്ട്. ലൗലാ ഇദ് സമിഅ്തുമൂഹു ظന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറൻ വഖാലൂ ഹാദാ ഇഫ്കും മുബീൻ. ആ വാർത്ത കേട്ടപ്പോൾ തന്നെ സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർക്ക് സ്വന്തം ആളുകളെപ്പറ്റി നല്ലത് വിചാരിക്കാമായിരുന്നില്ലേ? ഇതു തികഞ്ഞ അപവാദമാണെന്ന്
അവർ പറയാതിരുന്നതെന്തുകൊണ്ട്? لولا جاءوا عليه بأربعة شهداء فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون. അവരെന്തുകൊണ്ട് അതിന് 4 സാക്ഷികളെ ഹാജരാക്കിയില്ല? അവർ സാക്ഷികളെ ഹാജരാക്കാത്തതിനാൽ അവർ തന്നെയാണ് അല്ലാഹുവിങ്കൽ അസത്യവാദികൾ. ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم. ഇഹത്തിലും പരത്തിലും അല്ലാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും നിങ്ങൾക്കുണ്ടായിരുന്നില്ലെങ്കിൽ ഈ അപവാദ വാർത്തകളിൽ മുഴുകിക്കഴിഞ്ഞതിന്റെ പേരിൽ നിങ്ങളെ കഠിനമായ ശിക്ഷ ബാധിക്കുമായിരുന്നു. إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم. നിങ്ങൾ ഈ അപവാദം നിങ്ങളുടെ നാവുകൊണ്ട് ഏറ്റുപറഞ്ഞു. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങളുടെ വായ കൊണ്ട് പറഞ്ഞു പരത്തി. അപ്പോൾ നിങ്ങളത് നന്നേ നിസാരമാണെന്ന് കരുതി. എന്നാൽ അല്ലാഹുവിങ്കൽ അത് അത്യന്തം ഗുരുതരമായ കാര്യമാണ്. ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم. അത് കേട്ട ഉടനെ നിങ്ങൾ എന്തുകൊണ്ടിങ്ങനെ പറഞ്ഞില്ല? നമുക്ക് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ പാടില്ല. അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധൻ! ഇത് അതിഗുരുതരമായ അപവാദം തന്നെ. യഅദുകുമുല്ലാഹു അൻ തഊദു ലിമിസ്ലിഹി അബദൻ ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലാഹു നിങ്ങളെ ഇതാ ഉപദേശിക്കുന്നു, നിങ്ങൾ ഒരിക്കലും ഇതുപോലുള്ളത് ആവർത്തിക്കരുത്, നിങ്ങൾ സത്യവിശ്വാസികളെങ്കിൽ. وَيُبَيِّنُ اللَّهُ لَكُمُ الْآيَاتِ وَاللَّهُ عَلِيمٌ حَكِيمٌ. അല്ലാഹു നിങ്ങൾക്ക് അവന്റെ പ്രമാണങ്ങൾ വിവരിച്ചു തരുന്നു. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറതി വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. സത്യവിശ്വാസികൾക്കിടയിൽ അശ്ലീലം പ്രചരിക്കുന്നതിൽ കൗതുകം കാട്ടുന്നവർക്ക് ഇഹത്തിലും പരത്തിലും നോവുറ്റ ശിക്ഷയുണ്ട്. അല്ലാഹു എല്ലാം അറിയുന്നു, നിങ്ങളോ അറിയുന്നുമില്ല. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു വഅന്നല്ലാഹ റഊഫുർ റഹീം. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവുമില്ലാതിരിക്കുകയും അല്ലാഹു കൃപയും കാരുണ്യവുമില്ലാത്തവനാവുകയുമാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ വമൻ യത്തബിഉ ഖുതുവാതിശ് ശൈത്വാനി ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم.
വിശ്വസിച്ചവരെ, നിങ്ങൾ പിശാചിന്റെ കാൽപ്പാടുകൾ പിൻപറ്റരുത്. ആരെങ്കിലും പിശാചിന്റെ കാൽപ്പാടുകൾ പിൻപറ്റുകയാണെങ്കിൽ അറിയുക, നീചവും നിഷിദ്ധവും ചെയ്യാനായിരിക്കും പിശാച് കൽപ്പിക്കുക. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിലാരും ഒരിക്കലും വിശുദ്ധി വരിക്കുമായിരുന്നില്ല. എന്നാൽ അല്ലാഹു അവനിച്ഛിക്കുന്നവരെ ശുദ്ധീകരിക്കുന്നു. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم വല്ലാഹു ഗഫൂറുർ റഹീം. നിങ്ങളിൽ ദൈവാനുഗ്രഹവും സാമ്പത്തിക കഴിവുമുള്ളവർ തങ്ങളുടെ കുടുംബക്കാർക്കും അഗതികൾക്കും അല്ലാഹുവിന്റെ മാർഗത്തിൽ നാടുവെടിഞ്ഞ് പലായനം ചെയ്തെത്തിയവർക്കും സഹായം കൊടുക്കുകയില്ലെന്ന് ശപഥം ചെയ്യരുത്. അവർ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യട്ടെ. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണികനുമാണ്. ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാതിൽ ഗാഫിലാതിൽ മുഅ്മിനാതി ലുഇനൂ ഫിദ്ദുനിയാ വൽ ആഖിറതി വലഹും അദാബുൻ അദീം. പരിശുദ്ധരും ദുർനടപടിയെക്കുറിച്ചാലോചിക്കുക പോലും ചെയ്യാത്തവരുമായ സത്യവിശ്വാസിനികളെ സംബന്ധിച്ച് ദുരാരോപണമുന്നയിക്കുന്നവർ ഇഹത്തിലും പരത്തിലും ശപിക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അവരുടെ തന്നെ നാവുകളും കൈകാലുകളും സാക്ഷി നിൽക്കുന്ന നാളിലാണ് അതുണ്ടാവുക. യൗമഇദി യുവഫീഹിമുല്ലാഹു ദീനഹുമുൽ ഹഖ്ഖ വയഅലമൂന അന്നല്ലാഹ ഹുവൽ ഹഖ്ഖുൽ മുബീൻ. അന്ന് അല്ലാഹു അവർക്ക് അവരർഹിക്കുന്ന പ്രതിഫലം പൂർണ്ണമായി നൽകും. അല്ലാഹു തന്നെയാണ് പ്രത്യക്ഷമായ സത്യമെന്ന് അവർ അന്നറിയും. الخبيثات للخبيثين والخبيثون للخبيثات والطيبات للطيبين والطيبون للطيبات أولئك مبرؤون مما يقولون لهم مغفرة ورزق كريم. ദുഷിച്ച സ്ത്രീകൾ ദുഷിച്ച പുരുഷന്മാർക്കുള്ളവരാണ്. ദുഷിച്ച പുരുഷന്മാർ ദുഷിച്ച സ്ത്രീകൾക്കും. പരിശുദ്ധകളായ സ്ത്രീകൾ പരിശുദ്ധരായ പുരുഷന്മാർക്കുള്ളതാണ്. പരിശുദ്ധരായ പുരുഷന്മാർ പരിശുദ്ധകളായ സ്ത്രീകൾക്കും. ആളുകൾ ആരോപിക്കുന്ന കാര്യത്തിൽ അവർ നിരപരാധരാണ്. അവർക്ക് പാപമോചനമുണ്ട്, മാന്യമായ ജീവിത വിഭവങ്ങളും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ ذلكم خير لكم لعلكم تذكرون. വിശ്വസിച്ചവരെ, നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കരുത്. ആ വീട്ടുകാരോട് നിങ്ങൾ അനുവാദം തേടുകയും അവർക്ക് സലാം പറയുകയും ചെയ്യും വരെ. അതാണ് നിങ്ങൾക്കുത്തമം. നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാനാണിത്. فإن لم تجدوا فيها أحدا فلا تدخلوها حتى يؤذن لكم وإن قيل لكم ارجعوا فارجعوا هو أزكى لكم والله بما تعملون عليم. അഥവാ നിങ്ങൾ അവിടെ ആരെയും കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അനുവാദം കിട്ടും വരെ അകത്ത് കടക്കരുത്.
നിങ്ങളോട് തിരിച്ചു പോകാനാണ് ആവശ്യപ്പെട്ടതെങ്കിൽ നിങ്ങൾ മടങ്ങിപ്പോവണം. അതാണ് നിങ്ങൾക്കേറെ പവിത്രം. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്തും നന്നായി അറിയുന്നവനാണ്. ليس عليكم جناح أن تدخلوا بيوتا غير مسكونة فيها متاع لكم والله يعلم ما تبدون وما تكتمون. എന്നാൽ ആൾപ്പാർപ്പില്ലാത്തതും നിങ്ങൾക്കാവശ്യമായ വസ്തുക്കളുള്ളതുമായ വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കുന്നതിൽ തെറ്റില്ല. നിങ്ങൾ വെളിപ്പെടുത്തുന്നതും മറച്ചുവെക്കുന്നതും അല്ലാഹു അറിയുന്നു. قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون. നീ സത്യവിശ്വാസികളോട് പറയുക, അവർ തങ്ങളുടെ ദൃഷ്ടികൾ നിയന്ത്രിക്കട്ടെ, ഗുഹ്യഭാഗങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. അതാണ് അവരുടെ പരിശുദ്ധിക്ക് ഏറ്റം പറ്റിയത്. സംശയം വേണ്ട, അല്ലാഹു അവരുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയെല്ലാം നന്നായി അറിയുന്നവനാണ്. وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن ولا يبدين زينتهن إلا لبعولتهن أو آبائهن أو آباء بعولتهن أو أبنائهن أو أبناء بعولتهن أو إخوانهن أو بني إخوانهن أو بني أخواتهن أو نسائهن أو ما ملكت أيمانهن أو التابعين غير أولي الإربة من الرجال أو الطفل الذين لم يظهروا على عورات النساء ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. നീ സത്യവിശ്വാസിനികളോട് പറയുക, അവരും തങ്ങളുടെ ദൃഷ്ടികൾ നിയന്ത്രിക്കണം, ഗുഹ്യഭാഗങ്ങൾ കാത്തുസൂക്ഷിക്കണം, തങ്ങളുടെ ശരീര സൗന്ദര്യം വെളിപ്പെടുത്തരുത്, സ്വയം വെളിവായതൊഴികെ. ശിരോവസ്ത്രം മാറിടത്തിന് മീതെ താഴ്ത്തിയിടണം. തങ്ങളുടെ ഭർത്താക്കന്മാർ, പിതാക്കൾ, ഭർതൃപിതാക്കൾ, പുത്രന്മാർ, ഭർതൃപുത്രന്മാർ, സഹോദരങ്ങൾ, സഹോദരപുത്രന്മാർ, സഹോദരീപുത്രന്മാർ, തങ്ങളുമായി ഇടപഴകുന്ന സ്ത്രീകൾ, വലങ്കൈ ഉടമപ്പെടുത്തിയവർ, ലൈംഗികാസക്തിയില്ലാത്ത പുരുഷ പരിചാരകർ, സ്ത്രൈണരഹസ്യങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത കുട്ടികൾ എന്നിവരുടെ മുന്നിലൊഴികെ അവർ തങ്ങളുടെ ശരീരഭംഗി വെളിവാക്കരുത്. മറച്ചുവെക്കുന്ന അലങ്കാരത്തിലേക്ക് ശ്രദ്ധ തിരിക്കാനായി കാലുകൾ നിലത്തടിച്ചു നടക്കരുത്. സത്യവിശ്വാസികളെ, നിങ്ങളെല്ലാവരും ഒന്നായി അല്ലാഹുവിങ്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക, നിങ്ങൾ വിജയം വരിച്ചേക്കാം. وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم. നിങ്ങളിലെ ഇണയില്ലാത്തവരെയും നിങ്ങളുടെ അടിമകളായ സ്ത്രീ പുരുഷന്മാരിൽ നല്ലവരെയും നിങ്ങൾ വിവാഹം കഴിപ്പിക്കുക. അവരിപ്പോൾ ദരിദ്രരാണെങ്കിൽ അല്ലാഹു തന്റെ ഔദാര്യത്താൽ അവർക്ക് ഐശ്വര്യമേകും. അല്ലാഹു ഏറെ ഉദാരനും
എല്ലാം അറിയുന്നവനുമാണ്. وَلْيَسْتَعْفِفِ الَّذِينَ لَا يَجِدُونَ نِكَاحًا حَتَّى يُغْنِيَهُمُ اللَّهُ مِنْ فَضْلِهِ وَالَّذِينَ يَبْتَغُونَ الْكِتَابَ مِمَّا مَلَكَتْ أَيْمَانُكُمْ فَكَاتِبُوهُمْ إِنْ عَلِمْتُمْ فِيهِمْ خَيْرًا وَآتُوهُمْ مِمَّا لِلَّهِ الَّذِي آتَاكُمْ وَلَا تُكْرِهُوا فَتَيَاتِكُمْ عَلَى الْبِغَاءِ إِنْ أَرَدْنَ تَحَصُّنًا لِتَبْتَغُوا عَرَضَ الْحَيَاةِ الدُّنْيَا وَمَنْ يُكْرِههُّنَّ فَإِنَّ اللَّهَ مِنْ بَعْدِ إِكْرَاهِهِنَّ غَفُورٌ رَحِيمٌ. വിവാഹം കഴിക്കാൻ കഴിവില്ലാത്തവർ അല്ലാഹു തന്റെ ഔദാര്യത്താൽ അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ കരുത്തുറ്റവരാക്കും വരെ സദാചാരനിഷ്ഠ പാലിക്കണം. നിങ്ങളുടെ അടിമകളിൽ മോചനക്കരാറിലേർപ്പെടാൻ ആഗ്രഹിക്കുന്നവരുമായി നിങ്ങൾ മോചനക്കരാറുണ്ടാക്കുക, അവരിൽ നന്മയുള്ളതായി നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ. അല്ലാഹു നിങ്ങൾക്കേകിയ അവന്റെ ധനത്തിൽ നിന്ന് അവർക്ക് കൊടുക്കുകയും ചെയ്യുക. ഭൗതിക നേട്ടം കൊതിച്ചു നിങ്ങളുടെ അടിമസ്ത്രീകളെ അവർ ചാരിത്രവതികളായി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കരുത്. ആരെങ്കിലും അവരെ അതിന് നിർബന്ധിക്കുകയാണെങ്കിൽ ആ നിർബന്ധിതരോട് അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണികനുമായിരിക്കും. وَلَقَدْ أَنزَلْنَا إِلَيْكُمْ آيَاتٍ مُبَيِّنَاتٍ وَمَثَلًا مِنَ الَّذِينَ خَلَوْا مِنْ قَبْلِكُمْ وَمَوْعِظَةً لِلْمُتَّقِينَ. നിങ്ങൾക്ക് നാം കാര്യങ്ങൾ വ്യക്തമാക്കുന്ന വചനങ്ങൾ ഇറക്കിത്തന്നിരിക്കുന്നു. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമൂഹങ്ങളുടെ ഉദാഹരണങ്ങളും സൂക്ഷ്മശാലികൾക്കുള്ള സദുപദേശങ്ങളും നൽകിയിരിക്കുന്നു. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജഹ الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. അല്ലാഹു ആകാശഭൂമികളുടെ വെളിച്ചമാണ്. അവന്റെ വെളിച്ചത്തിന്റെ ഉപമയിത ഒരു വിളക്കുമാടം, അതിലൊരു വിളക്ക് ഒരു സ്ഫടികക്കൂട്ടിലാണ്. സ്ഫടികക്കൂട് വെട്ടിത്തിളങ്ങുന്ന ആകാശ നക്ഷത്രം പോലെയും അനുഗ്രഹീതമായ ഒരു വൃക്ഷത്തിൽ നിന്നുള്ള എണ്ണ കൊണ്ടാണത് കത്തുന്നത്. അഥവാ കിഴക്കനോ പടിഞ്ഞാറനോ അല്ലാത്ത ഒലീവ് വൃക്ഷത്തിൽ നിന്ന് അതിന്റെ എണ്ണ തീ കൊളുത്തിയില്ലെങ്കിൽ പോലും സ്വയം പ്രകാശിക്കുമാറാകും. വെളിച്ചത്തിനുമേൽ വെളിച്ചം. അല്ലാഹു തന്റെ വെളിച്ചത്തിലേക്ക് താൻ ഇച്ഛിക്കുന്നവരെ നയിക്കുന്നു. അവൻ സർവജനത്തിനുമായി ഉദാഹരണങ്ങൾ വിശദീകരിക്കുന്നു. അല്ലാഹു സകല സംഗതികളും നന്നായി അറിയുന്നവനാണ്. في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال. ആ വെളിച്ചം ലഭിച്ചവരുണ്ടാവുക ചില മന്ദിരങ്ങളിലാണ്. അവ പടുത്തുയർത്താനും അവിടെ തന്റെ നാമം ഉരുവിടാനും അല്ലാഹു ഉത്തരവ് നൽകിയിരിക്കുന്നു. രാവിലെയും വൈകുന്നേരവും
അവിടെ അവന്റെ വിശുദ്ധി വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. കച്ചവടമോ കൊള്ളക്കൊടുക്കകളോ അല്ലാഹുവെ സ്മരിക്കുന്നതിനും നമസ്കാരം നിലനിർത്തുന്നതിനും സക്കാത്ത് നൽകുന്നതിനും തടസ്സമാകാത്ത ചില വിശുദ്ധന്മാരാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സുകൾ താളം തെറ്റുകയും കണ്ണുകൾ ഇളകിമറിയുകയും ചെയ്യുന്ന അന്ത്യനാളിനെ ഭയപ്പെടുന്നവരാണവർ. ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ അമിലൂ വയസീദഹും മിൻ ഫദ്ലിഹി വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു അവർക്ക് തങ്ങൾ ചെയ്ത ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകാനാണത്. അവർക്ക് തന്റെ അനുഗ്രഹം കൂടുതലായി കൊടുക്കാനും അല്ലാഹു താൻ ഇച്ഛിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കുന്നു. വല്ലദീന കഫറൂ അഅ്മാലുഹും കസറാബിൻ ബിഖീഅതിൻ യഹ്സബുഹു الظمآن ماء حتى إذا جاءه لم يجده شيئا ووجد الله عنده فوفاه حسابه والله سريع الحساب. സത്യത്തെ തള്ളിപ്പറഞ്ഞവരുടെ സ്ഥിതിയോ അവരുടെ പ്രവർത്തനങ്ങൾ മരുപ്പറമ്പിലെ മരീചിക പോലെയാണ്. ദാഹിച്ചു വലഞ്ഞവൻ അത് വെള്ളമാണെന്ന് കരുതുന്നു. അങ്ങനെ അവൻ അതിന്റെ അടുത്ത് ചെന്നാൽ അവിടെയൊന്നും തന്നെ കാണുകയില്ല. എന്നാൽ അവൻ അവിടെ കണ്ടെത്തുക അല്ലാഹുവെയാണ്. അല്ലാഹു അവന് തന്റെ കണക്ക് തീർത്തു കൊടുക്കുന്നു. അല്ലാഹു അതിവേഗം കണക്കു തീർക്കുന്നവനാണ്. ഔ കളുമാതിൻ ഫീ ബഹ്റിൽ ലുജ്ജി യഗ്ശാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ മിൻ ഫൗഖിഹി സഹാബ് ظلمات بعضها فوق بعض إذا أخرج يده لم يكد يراها ومن لم يجعل الله له نورا فما له من نور. അല്ലെങ്കിൽ അവരുടെ ഉപമ ഇങ്ങനെയാണ്. ആഴക്കടലിലെ കട്ട പിടിച്ച കൂരിരുട്ട്, അതിനെ തിരമാല മൂടിയിരിക്കുന്നു. അതിനുമീതെ വേറെയും തിരമാല, അതിനുമീതെ കാർമേഘവും, ഇരുളിനുമേൽ ഇരുൾ, ഒട്ടേറെ ഇരുട്ടുകൾ. സ്വന്തം കൈ പുറത്തേക്ക് നീട്ടിയാൽ അതുപോലും കാണാനാവാത്ത കൂരിരുട്ട്. അല്ലാഹു വെളിച്ചം നൽകാത്തവർക്ക് പിന്നെ വെളിച്ചമേയില്ല. അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർളി വത്തയ്റു സാഫാത്ത് കുല്ലുൻ ഖദ് അലിമ സ്വലാതഹു വതസ്ബീഹഹു വല്ലാഹു അലീമുൻ ബിമാ യഫ്അലൂൻ. ആകാശഭൂമികളിലുള്ളവർ, ചിറകുവിരുത്തിപ്പറക്കുന്ന പക്ഷികൾ എല്ലാം അല്ലാഹുവിന്റെ വിശുദ്ധി വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് നീ കണ്ടിട്ടില്ലേ? തന്റെ പ്രാർത്ഥനയും കീർത്തനവും എങ്ങനെയെന്ന് ഓരോന്നിനും നന്നായി അറിയാം. അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർളി വഇലല്ലാഹിൽ മസീർ. ആകാശഭൂമികളുടെ ആധിപത്യം അല്ലാഹുവിനാണ്, മടക്കവും അല്ലാഹുവിങ്കലേക്ക് തന്നെ. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ ثم يؤلف بينه ثم
ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عن من يشاء يكاد سنا برقه يذهب بالأبصار. അല്ലാഹു കാർമേഘത്തെ മന്ദം മന്ദം തെളിച്ചു കൊണ്ടുവരുന്നതും പിന്നീടവയെ ഒരുമിച്ച് ചേർക്കുന്നതും എന്നിട്ടതിനെ അട്ടിയാക്കി വെച്ച് കട്ട പിടിച്ചതാക്കുന്നതും നീ കണ്ടിട്ടില്ലേ? അങ്ങനെ അവയ്ക്കിടയിൽ നിന്ന് മഴത്തുള്ളികൾ പുറപ്പെടുന്നത് നിനക്ക് കാണാം. മാനത്തെ മലകൾ പോലുള്ള മേഘക്കൂട്ടങ്ങളിൽ നിന്ന് അവൻ ആലിപ്പഴം വീഴ്ത്തുന്നു. എന്നിട്ട് താനിച്ഛിക്കുന്നവർക്ക് അതിന്റെ വിപത്ത് വരുത്തുന്നു. താനിച്ഛിക്കുന്നവരിൽ നിന്നത് തിരിച്ചുവിടുകയും ചെയ്യുന്നു. അതിന്റെ മിന്നൽ വെളിച്ചം കാഴ്ചകളെ ഇല്ലാതാക്കാൻ പോന്നതാണ്. يقلب الله الليل والنهار إن في ذلك لعبرة لأولي الأبصار. അല്ലാഹു രാപ്പകലുകളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും അതിൽ കണ്ണുള്ളവർക്ക് ഗുണപാഠമുണ്ട്. والله خلق كل دابة من ماء فمنهم من يمشي على بطنه ومنهم من يمشي على رجلين ومنهم من يمشي على أربع يخلق الله ما يشاء إن الله على كل شيء قدير. അല്ലാഹു എല്ലാ ജീവജാലങ്ങളെയും വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു. അവയിൽ ഉദരത്തിന്മേൽ ഇഴയുന്നവയുണ്ട്, ഇരുകാലിൽ നടക്കുന്നവയുണ്ട്, നാലുകാലിൽ നടക്കുന്നവയുമുണ്ട്. അല്ലാഹു അവനിച്ഛിക്കുന്നത് സൃഷ്ടിക്കുന്നു. അവൻ എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ്. لقد أنزلنا آيات مبينات والله يهدي من يشاء إلى صراط مستقيم. നാം നിയമങ്ങൾ വ്യക്തമാക്കുന്ന വചനങ്ങൾ ഇറക്കിത്തന്നിരിക്കുന്നു. അല്ലാഹു അവനിച്ഛിക്കുന്നവരെ നേർവഴിക്ക് നയിക്കുന്നു. ويقولون آمنا بالله وبالرسول وأطعنا ثم يتولى فريق منهم من بعد ذلك وما أولئك بالمؤمنين. അവർ പറയുന്നു, ഞങ്ങൾ അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിച്ചിരിക്കുന്നു, അവരെ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ അതിനുശേഷം അവരിലൊരു വിഭാഗം പിന്തിരിഞ്ഞു പോകുന്നു. അവർ വിശ്വാസികളെയല്ല. وَإِذَا دُعُوا إِلَى اللَّهِ وَرَسُولِهِ لِيَحْكُمَ بَيْنَهُمْ إِذَا فَرِيقٌ مِّنْهُمْ مُعْرِضُونَ. അവർക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കാനായി അവരെ അല്ലാഹുവിങ്കിലേക്കും അവന്റെ ദൂതനിലേക്കും വിളിച്ചാൽ അവരിലൊരു വിഭാഗം ഒഴിഞ്ഞുമാറുന്നു. وَإِن يَكُن لَّهُمُ الْحَقُّ يَأْتُوا إِلَيْهِ مُذْعِنِينَ. അഥവാ ന്യായം അവർക്കനുകൂലമാണെങ്കിലോ അവർ ദൈവദൂതന്റെ അടുത്തേക്ക് വിധേയത്വഭാവത്തോടെ വരികയും ചെയ്യുന്നു. أفي قلوبهم مرض أم ارتابوا أم يخافون أن يحيف الله عليهم ورسوله بل أولئك هم الظالمون. അവരുടെ ഹൃദയങ്ങളിൽ കാപട്യത്തിന്റെ ദീനമുണ്ടോ,
അല്ലെങ്കിൽ അവർ സംശയത്തിലകപ്പെട്ടതാണോ? അതുമല്ലെങ്കിൽ അല്ലാഹുവും അവന്റെ ദൂതനും അവരോട് അനീതി കാണിച്ചേക്കുമെന്ന് അവർ ഭയപ്പെടുകയാണോ? എന്നാൽ കാര്യം ഇതൊന്നുമല്ല, അവർ തന്നെയാണ് അക്രമികൾ. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലൂ സമിഅ്നാ വഅതഅ്നാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. എന്നാൽ തങ്ങൾക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കാനായി അല്ലാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും ക്ഷണിച്ചാൽ സത്യവിശ്വാസികൾ പറയുക ഇതുമാത്രമായിരിക്കും: ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. അവർ തന്നെയാണ് വിജയികൾ. വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖഹി ഫഉലൈക ഹുമുൽ ഫായിസൂൻ. അല്ലാഹുവേയും അവന്റെ ദൂതനെയും അനുസരിക്കുകയും അല്ലാഹുവെ ഭയപ്പെടുകയും അവനോട് ഭക്തി പുലർത്തുകയും ചെയ്യുന്നവരാണ് വിജയം വരിക്കുന്നവർ. വഅഖ്സമൂ ബില്ലാഹി ജഹ്ദ അയ്മാനിഹിം ലഇൻ അമർതഹും ലയഖ്റുജുൻ ഖുൽ ലാ തുഖ്സിമൂ ത്വാഅതും മഅറൂഫ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. അവർ തങ്ങളാലാവും വിധമൊക്കെ അല്ലാഹുവിന്റെ പേരിൽ ആണയിട്ട് പറയുന്നു. നീ അവരോട് കൽപ്പിക്കുകയാണെങ്കിൽ അവർ ജിഹാദിന് പുറപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറയുക. നിങ്ങൾ ആണയിടേണ്ടതില്ല, ആത്മാർത്ഥമായ അനുസരണമാണ് ആവശ്യം. തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. ഖുൽ അതീഉ അല്ലാഹ വഅതീഉ റസൂൽ فإن تولوا فإنما عليه ما حمل وعليكم ما حملتم وإن تطيعوه تهتدوا وما على الرسول إلا البلاغ المبين. പറയുക, നിങ്ങൾ അല്ലാഹുവെ അനുസരിക്കുക, അവന്റെ ദൂതനെയും അനുസരിക്കുക. അഥവാ നിങ്ങൾ പുറംതിരിഞ്ഞു പോവുകയാണെങ്കിൽ അറിയുക, പ്രവാചകന് ബാധ്യതയുള്ളത് അദ്ദേഹം ഭരമേൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ മാത്രമാണ്. നിങ്ങൾക്കുള്ള ബാധ്യത നിങ്ങൾ ഭരമേൽപ്പിക്കപ്പെട്ട കാര്യത്തിലും. നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കു നേർവഴി നേടാം. ദൈവദൂതന്റെ ബാധ്യത സന്ദേശം തെളിമയോടെ എത്തിക്കൽ മാത്രമാണ്. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون. നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോട് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവൻ അവരെ ഭൂമിയിലെ പ്രതിനിധികളാക്കും. അവരുടെ മുമ്പുള്ളവരെ പ്രതിനിധികളാക്കിയ പോലെ തന്നെ അവർക്കായി അല്ലാഹു തൃപ്തിപ്പെട്ടേകിയ അവരുടെ ജീവിത വ്യവസ്ഥ സ്ഥാപിച്ചു കൊടുക്കും. നിലവിലുള്ള അവരുടെ ഭയാവസ്ഥയ്ക്ക് പകരം നിർഭയാവസ്ഥ ഉണ്ടാക്കിക്കൊടുക്കും. അവർ എനിക്ക് മാത്രമാണ് വഴിപ്പെടുക, എന്നിലൊന്നിനെയും പങ്കുചേർക്കുകയില്ല. അതിനുശേഷം ആരെങ്കിലും സത്യത്തെ നിഷേധിക്കുന്നുവെങ്കിൽ അവർ തന്നെയാണ് ധിക്കാരികൾ. وَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ وَأَطِيعُوا الرَّسُولَ لَعَلَّكُمْ تُرْحَمُونَ.
നിങ്ങൾ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക, സക്കാത്ത് നൽകുക, ദൈവദൂതനെ അനുസരിക്കുക. നിങ്ങൾക്ക് ദിവ്യാനുഗ്രഹം ലഭിച്ചേക്കാം. لا تحسبن الذين كفروا معجزين في الأرض ومأواهم النار ولبئس المصير. സത്യനിഷേധികൾ ഇവിടെ ഭൂമിയിൽ അല്ലാഹുവെ തോൽപ്പിച്ചു കളയുമെന്ന് നീ കരുതരുത്. അവരുടെ താവളം നരകത്തീയാണ്. അതെത്ര ചീത്ത സങ്കേതം. يا أيها الذين آمنوا ليستأذنكم الذين ملكت أيمانكم والذين لم يبلغوا الحلم منكم 3 مرات من قبل صلاة الفجر وحين تضعون ثيابكم من الظهيرة ومن بعد صلاة العشاء 3 عورات لكم ليس عليكم ولا عليهم جناح بعدهن طوافون عليكم بعضكم على بعض كذلك يبين الله لكم الآيات والله عليم حكيم. വിശ്വസിച്ചവരെ, നിങ്ങളുടെ അടിമകളും നിങ്ങളിലെ പ്രായപൂർത്തിയെത്താത്തവരും 3 പ്രത്യേക സമയങ്ങളിൽ അനുവാദം വാങ്ങിയ ശേഷമേ നിങ്ങളുടെ അടുത്തു വരാൻ പാടുള്ളൂ. പ്രഭാത നമസ്കാരത്തിന് മുമ്പും ഉച്ചയുറക്കിന് നിങ്ങൾ വസ്ത്രമഴിച്ചു വെക്കുന്ന നേരത്തും ഇശാ നമസ്കാരത്തിന് ശേഷവുമാണത്. ഇത് 3ഉം നിങ്ങളുടെ സ്വകാര്യ സമയങ്ങളാണ്. മറ്റു സമയങ്ങളിൽ അനുവാദമാരായാതെ നിങ്ങളുടെ അടുത്തു വരുന്നതിൽ നിങ്ങൾക്കോ അവർക്കോ കുറ്റമില്ല. അവർ നിങ്ങളെ ചുറ്റിപ്പറ്റി കഴിയുന്നവരാണല്ലോ. നിങ്ങൾ അന്യോന്യം ഇടകലർന്ന് ജീവിക്കുന്നവരുമാണ്. ഇவ்விധം അല്ലാഹു നിങ്ങൾക്ക് അവന്റെ നിയമങ്ങൾ വിവരിച്ചു തരുന്നു. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, യുക്തിമാനും. وَإِذَا بَلَغَ الْأَطْفَالُ مِنكُمُ الْحُلُمَ فَلْيَسْتَأْذِنُوا كَمَا اسْتَأْذَنَ الَّذِينَ مِن قَبْلِهِمْ كَذَلِكَ يُبَيِّنُ اللَّهُ لَكُمْ آيَاتِهِ وَاللَّهُ عَلِيمٌ حَكِيمٌ. നിങ്ങളിലെ കുട്ടികൾക്ക് പ്രായപൂർത്തിയെത്തിയാൽ അവരും അനുവാദം തേടണം. മറ്റുള്ളവർ അനുവാദം തേടുന്ന പോലെ തന്നെ. ഇவ்விധം അല്ലാഹു നിങ്ങൾക്ക് അവന്റെ നിയമങ്ങൾ വിശദീകരിച്ചു തരുന്നു. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. والقواعد من النساء اللاتي لا يرجون نكاحا فليس عليهن جناح أن يضعن ثيابهن غير متبرجات بزينة وأن يستعففن خير لهن والله سميع عليم. വിവാഹ ജീവിതം പ്രതീക്ഷിക്കാത്ത കിഴവികൾ തങ്ങളുടെ മേൽവസ്ത്രങ്ങൾ അഴിച്ചുവെക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അവർ തങ്ങളുടെ ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നവരാകരുത്. മാന്യത പുലർത്തുന്നതു തന്നെയാണ് അവർക്കും നല്ലത്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ليس على الأعمى حرج ولا على الأعرج حرج ولا على المريض حرج ولا على أنفسكم أن تأكلوا من بيوتكم أو بيوت آبائكم أو بيوت أمهاتكم أو بيوت إخوانكم أو بيوت أخواتكم أو بيوت أعمامكم أو بيوت عماتكم أو بيوت أخوالكم أو بيوت خالاتكم
أو بيوت خالاتكم أو ما ملكتم مفاتحه أو صديقكم ليس عليكم جناح أن تأكلوا جميعا أو أشتاتا فإذا دخلتم بيوتا فسلموا على أنفسكم تحية من عند الله مباركة طيبة كذلك يبين الله لكم الآيات لعلكم تعقلون. നിങ്ങളുടെയോ നിങ്ങളുടെ പിതാക്കൾ, മാതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, പിതൃവ്യന്മാർ, അമ്മായിമാർ, അമ്മാവന്മാർ, മാതൃസഹോദരിമാർ എന്നിവരുടെയോ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ കുരുടനും മുടന്തനും രോഗിക്കും നിങ്ങൾക്കും കുറ്റമില്ല. ഏതു വീടിന്റെ താക്കോലുകൾ നിങ്ങളുടെ വശമാണോ ആ വീടുകളിൽ നിന്നും നിങ്ങളുടെ കൂട്ടുകാരന്റെ വീട്ടിൽ നിന്നും ആഹാരം കഴിക്കുന്നതിലും തെറ്റില്ല. നിങ്ങൾക്ക് ഒറ്റയ്ക്കോ കൂട്ടായോ ആഹാരം കഴിക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ വീടുകളിൽ കടന്നു ചെല്ലുകയാണെങ്കിൽ അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹീതവും പവിത്രവുമായ അഭിവാദ്യമെന്ന നിലയിൽ നിങ്ങൾ അന്യോന്യം സലാം പറയണം. ഇவ்விധം അല്ലാഹു നിങ്ങൾക്ക് അവന്റെ വചനങ്ങൾ വിശദീകരിച്ചു തരുന്നു, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാൻ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി വഇദാ കാനൂ മഅഹു അലാ അംരിൻ ജാമിഇൻ ലം യദ്ഹബൂ ഹത്താ യസ്തഅ്സിനൂഹു إن الذين يستأذنونك أولئك الذين يؤمنون بالله ورسوله فإذا استأذنوك لبعض شأنهم فأذن لمن شئت منهم واستغفر لهم الله إن الله غفور رحيم. അല്ലാഹുവിലും അവന്റെ ദൂതനിലും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവർ മാത്രമാണ് സത്യവിശ്വാസികൾ. പ്രവാചകനോടൊപ്പം ഏതെങ്കിലും പൊതുകാര്യത്തിലായിരിക്കെ അദ്ദേഹത്തോട് അനുവാദം ചോദിക്കാതെ അവർ പിരിഞ്ഞു പോവുകയില്ല. നിന്നോട് അനുവാദം ചോദിക്കുന്നവർ ഉറപ്പായും അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുന്നവരാണ്. അതിനാൽ അവർ തങ്ങളുടെ എന്തെങ്കിലും ആവശ്യ നിർവഹണത്തിന് നിന്നോട് അനുവാദം തേടിയാൽ നീ ഉദ്ദേശിക്കുന്നവർക്ക് അനുവാദം നൽകുക. അവർക്ക് വേണ്ടി അല്ലാഹുവോട് പാപമോചനം തേടുക. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണ്യകനുമാണ്. ലാ തജ്അലൂ ദുആഅ അർ-റസൂൽ ബൈനകും കദുആഇ ബഅദികും ബഅദാ قد يعلم الله الذين يتسللون منكم لواذا فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم. നിങ്ങളോടുള്ള ദൈവദൂതന്റെ വിളി നിങ്ങൾ അന്യോന്യം വിളിക്കും വിധം കരുതി അവഗണിക്കരുത്. മറ്റുള്ളവരെ മറയാക്കി നിങ്ങളിൽ നിന്നും ഊരിച്ചാടുന്നവരെ അല്ലാഹു നന്നായി അറിയുന്നുണ്ട്. അതിനാൽ അദ്ദേഹത്തിന്റെ കൽപ്പന ലംഘിക്കുന്നവർ തങ്ങളെ വല്ല വിപത്തും ബാധിക്കുമെന്നോ നോവേറിയ ശിക്ഷ പിടികൂടുമെന്നോ തീർച്ചയായും ഭയപ്പെട്ടുകൊള്ളട്ടെ. അലാ ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് قد يعلم ما أنتم عليه ويوم يرجعون إليه فينبئهم بما عملوا والله بكل شيء عليم. അറിയുക, ആകാശഭൂമികളിലുള്ളതൊക്കെയും അല്ലാഹുവിൻ്റേതാണ്. നിങ്ങൾ എന്തു നിലപാടാണ് എടുക്കുന്നതെന്ന് അവന് നന്നായി അറിയാം.
അവങ്കിലേക്ക് എല്ലാവരും തിരിച്ചു ചെല്ലുന്ന നാളിനെക്കുറിച്ചും അവൻ നന്നായി അറിയുന്നു. അപ്പോൾ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെപ്പറ്റി അവൻ അവർക്ക് വിവരിച്ചു കൊടുക്കും. അല്ലാഹു സകല സംഗതികളും നന്നായി അറിയുന്നു. അധ്യായം 25. അൽ ഫുർഖാൻ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 77. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറാ. തന്റെ ദാസന് ശരിതെറ്റുകളെ വേർതിരിച്ചു കാണിക്കുന്ന ഈ പ്രമാണം ഇറക്കിക്കൊടുത്ത അല്ലാഹു അളവറ്റ അനുഗ്രഹമുള്ളവനാണ്. അദ്ദേഹം ലോകർക്കാകെ മുന്നറിയിപ്പ് നൽകുന്നവനാകാൻ വേണ്ടിയാണിത്. الذي له ملك السماوات والأرض ولم يتخذ ولدا ولم يكن له شريك في الملك ولم يتخذ ولدا ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا. ആകാശഭൂമികളുടെ ആധിപത്യത്തിനുടമയാണവൻ. അവനാരെയും പുത്രനായി സ്വീകരിച്ചിട്ടില്ല. ആധിപത്യത്തിൽ അവന് ഒരു പങ്കാളിയുമില്ല. അവൻ സകല വസ്തുക്കളെയും സൃഷ്ടിച്ചു, കൃത്യമായി അവയെ ക്രമീകരിക്കുകയും ചെയ്തു. وَاتَّخَذُوا مِن دُونِهِ آلِهَةً لَّا يَخْلُقُونَ شَيْئًا وَهُمْ يُخْلَقُونَ وَلَا يَمْلِكُونَ لِأَنفُسِهِمْ ضَرًّا وَلَا نَفْعًا ولا يملكون موتا ولا حياة ولا نشورا. എന്നിട്ടും ഈ ജനം അവനെക്കൂടാതെ പല ദൈവങ്ങളെയും സങ്കൽപ്പിച്ചുണ്ടാക്കി. എന്നാൽ അവർ ഒന്നിനെയും സൃഷ്ടിക്കുന്നില്ല എന്നല്ല, അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. തങ്ങൾക്കു തന്നെ എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാനുള്ള കഴിവ് പോലും അവർക്കില്ല. മരിപ്പിക്കാനോ ജീവിപ്പിക്കാനോ ഉയർത്തെഴുന്നേൽപ്പിക്കാനോ അവർക്കാവില്ല. وقال الذين كفروا إن هذا إلا إفك افتراه وأعانه عليه قوم آخرون فقد جاءوا ظلما وزورا. സത്യനിഷേധികൾ പറയുന്നു, ഈ ഖുർആൻ ഇയാൾ കെട്ടിച്ചമച്ച കള്ളക്കഥയാണ്. അതിലയാളെ ആരൊക്കെയോ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ അറിയുക, അവരെത്തിപ്പെട്ടത് കടുത്ത അക്രമത്തിലാണ്, പറഞ്ഞത് പച്ചക്കള്ളവും. وقالوا أساطير الأولين اكتتبها فهي تملى عليه بكرة وأصيلا. അവർ പറയുന്നു, ഇത് പൂർവികരുടെ കെട്ടുകഥകളാണ്, ഇയാളിത് പകർത്തിയെഴുതിയതാണ്. രാവിലെയും വൈകുന്നേരവും ആരോ അതിയാൾക്ക് വായിച്ചു കൊടുക്കുകയാണ്. قل أنزله الذي يعلم السر في السماوات والأرض إنه كان غفورا رحيما. പറയുക, ആകാശഭൂമികളിലെ പരമരഹസ്യങ്ങൾ പോലും അറിയുന്നവനാണ് ഇത് ഇറക്കിത്തന്നത്. തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും പരമകാരുണികനുമാണ്. وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا. അവർ പറയുന്നു, ഇതെന്ത് ദൈവദൂതൻ, ഇയാൾ അന്നം തിന്നുന്നു, അങ്ങാടിയിലൂടെ നടക്കുന്നു, ഇയാളോടൊപ്പം മുന്നറിയിപ്പുകാരനായി ഒരു മലക്കിനെ ഇറക്കിക്കൊടുക്കാത്തതെന്ത്? أو يلقى إليه كنز أو تكون له جنة يأكل منها وقال الظالمون إن
تتبعون إلا رجلا مسحورا. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്കൊരു നിധി ഇങ്ങ് ഇട്ടുകൊടുക്കുന്നില്ല? അതുമല്ലെങ്കിൽ എന്തും തിന്നാൻ കിട്ടുന്ന ഒരു തോട്ടമെങ്കിലും ഇയാൾക്ക് ഉണ്ടാക്കി കൊടുത്തുകൂടെ? ആ അക്രമികൾ പറയുന്നു, മാരണം ബാധിച്ച ഒരുത്തനെയാണ് നിങ്ങൾ പിൻപറ്റുന്നത്. انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا. നോക്കൂ, എങ്ങനെയൊക്കെയാണ് അവർ നിന്നെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ തീർത്തും വഴികേടിലായി. ഒരു വഴിയും കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. تبارك الذي إن شاء جعل لك خيرا من ذلك جنات تجري من تحتها الأنهار ويجعل لك قصورا. താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവരാവശ്യപ്പെട്ടതിനേക്കാളെല്ലാം മെച്ചപ്പെട്ട പലതും, അഥവാ താഴ്ഭാഗത്തൂടെ പുഴകളൊഴുകുന്ന അനേകമാരാമങ്ങളും നിരവധി കൊട്ടാരങ്ങളും നിനക്ക് നൽകാൻ കഴിവുറ്റവനാണ് അല്ലാഹ്. അവൻ അളവറ്റ അനുഗ്രഹങ്ങളുള്ളവനാണ്. بل كذبوا بالساعة وأعتدنا لمن كذب بالساعة سعيرا. എന്നാൽ കാര്യമിതാണ്, അന്ത്യസമയത്തെ അവർ തള്ളിപ്പറഞ്ഞു. അന്ത്യദിനത്തെ തള്ളിപ്പറയുന്നവർക്ക് നാം കത്തിക്കാളുന്ന നരകത്തീ ഒരുക്കിവെച്ചിരിക്കുന്നു. إذا رأتهم من مكان بعيد سمعوا لها تغيظا وزفيرا. ദൂരത്തുനിന്ന് അതവരെ കാണുമ്പോൾ തന്നെ അതിന്റെ ക്ഷോഭവും ഇരമ്പലും അവർക്ക് കേൾക്കാനാവും. وَإِذَا أُلْقُوا مِنْهَا مَكَانًا ضَيِّقًا مُقَرَّنِينَ دَعَوْا هُنَالِكَ ثُبُورًا. ചങ്ങലകളിൽ ബന്ധിതരായി നരകത്തിലെ ഇടുങ്ങിയ ഇടത്തേക്ക് എറിയപ്പെട്ടാൽ അവരവിടെ വെച്ച് നശിച്ചു കിട്ടുന്നതിനായി മുറവിളി കൂട്ടും. لا تدعوا اليوم ثبورا واحدا وادعوا ثبورا كثيرا. അപ്പോൾ അവരോട് പറയും, നിങ്ങളിന്ന് ഒരു നാശത്തെയല്ല അനേകം നാശത്തെ വിളിച്ചുകൊള്ളുക. قل أذلك خير أم جنة الخلد التي وعد المتقون كانت لهم جزاء ومصيرا. ചോദിക്കുക, ഇതാണോ നല്ലത്, അതോ ശാശ്വത സ്വർഗമോ? സൂക്ഷ്മതയുള്ളവർക്ക് വാഗ്ദാനമായി നൽകിയത് അതാണ്. അവർക്കുള്ള പ്രതിഫലമാണത്. അന്ത്യസങ്കേതവും അതുതന്നെ. لهم فيها ما يشاءون خالدين كان على ربك وعدا مسئولا. അവിടെ അവർക്ക് അവരാഗ്രഹിക്കുന്നതൊക്കെ കിട്ടും. അവരവിടെ നിത്യവാസികളായിരിക്കും. പൂർത്തീകരണം തന്റെ ബാധ്യതയായി നിശ്ചയിച്ച് നിന്റെ നാഥൻ നൽകിയ വാഗ്ദാനമാണിത്. ويوم يحشرهم وما يعبدون من دون الله فيقول أأنتم أضللتم عبادي هؤلاء أم هم ضلوا السبيل. അവരെയും അല്ലാഹുവെ വിട്ട് അവർ പൂജിച്ചു വരുന്നവയെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം അല്ലാഹു അവരോട് ചോദിക്കും, നിങ്ങളാണോ എന്റെ ഈ അടിമകളെ വഴിപിഴപ്പിച്ചത്? അതല്ല അവർ സ്വയം പിഴച്ചുപോയതോ? قالوا سبحانك ما كان ينبغي لنا أن نتخذ من دونك من أولياء ولكن متعتهم وآباءهم حتى نسوا الذكر وكانوا قوما بورا. അവർ പറയും, നീ എത്ര പരിശുദ്ധൻ! നിന്നെ വിട്ട് ഏതെങ്കിലും രക്ഷാധികാരികളെ സ്വീകരിക്കുക എന്നത്
ഞങ്ങൾക്ക് ചേർന്നതല്ല. എന്നാൽ നീ അവർക്കും അവരുടെ പിതാക്കൾക്കും ജീവിതസുഖം നൽകി. അങ്ങനെ അവർ ഈ ഉദ്ബോധനം മറന്നുകളഞ്ഞു. അതുവഴി അവരൊരു നശിച്ച ജനതയായി. فقد كذبوكم بما تقولون فما تستطيعون صرفا ولا نصرا ومن يظلم منكم نذقه عذابا كبيرا. അല്ലാഹു പറയും, നിങ്ങൾ പറയുന്നതൊക്കെ അവർ നിഷേധിച്ചു തള്ളിയിരിക്കുന്നു. ഇനി ശിക്ഷയെ തട്ടിമാറ്റാനോ എന്തെങ്കിലും സഹായം നേടാനോ നിങ്ങൾക്ക് സാധ്യമല്ല. അതിനാൽ നിങ്ങളിൽ നിന്ന് അക്രമം കാണിച്ചവരെ നാം കഠിന ശിക്ഷ അനുഭവിപ്പിക്കും. وما أرسلنا قبلك من المرسلين إلا إنهم ليأكلون الطعام ويمشون في الأسواق وجعلنا بعضكم لبعض فتنة أتصبرون وكان ربك بصيرا. ആഹാരം കഴിക്കുകയും അങ്ങാടിയിലൂടെ നടക്കുകയും ചെയ്യുന്നവരല്ലാത്ത ആരെയും നിനക്ക് മുമ്പും നാം ദൂതന്മാരായി അയച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ നിങ്ങളിൽ ചിലരെ മറ്റു ചിലർക്ക് നാം പരീക്ഷണമാക്കിയിരിക്കുന്നു. നിങ്ങൾ ക്ഷമിക്കുമോ എന്നറിയാൻ നിന്റെ നാഥൻ എല്ലാം കണ്ടറിയുന്നവനാണ്.